ഹലോ ഗെയ്സ്, നീരജ് വെൽസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ വീട്ടിൽ ചായക്കകത്ത് അതുപോലെ ഇറച്ചിക്കറികൾ വെക്കുമ്പോൾ പായസം ഇതിനകത്തൊക്കെ ഏലക്ക എങ്ങനെയാണ് ഇടാറുള്ളത്? ശരിക്കും അതുപോലെ ചതച്ചല്ലേ ഇടാറുള്ളത് അല്ലേ? ഞാൻ എൻ്റെ വൈഫിൻ്റെ നാട് ആലപ്പുഴയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവരെല്ലാം ഈ നമ്മൾ കൂട്ടി കൊടുക്കുന്ന ഏലക്കയാണെങ്കിലും അതുപോലെ ചതച്ച് ചായക്കകത്ത് ഇടുകയാണ് ചെയ്യാറ്. പായസത്തിനകത്താണെങ്കിൽ അതുപോലെ ഇടുകയാണ് ചെയ്യാറുള്ളത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ ഇടുക്കിയിൽ ഹൈ റേഞ്ചിലുള്ള ഒരാളാണ്. നമുക്ക് ഏലമൊന്നുമില്ല, എന്നാലും നമ്മുടെ ഇവിടെ ഏലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ വളരെ മാരകമായ കീടനാശിനികളും വിഷങ്ങളുമൊക്കെ ഉപയോഗിച്ചാണ് ഏലത്തിലെ പുഴുക്കളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ നല്ല രീതിയിൽ വളരാൻ വേണ്ടി ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്കാർക്കും അറിയത്തില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ നേരത്തെ അതുപോലെ ചതച്ച് ഇട്ടാണ് ഉപയോഗിക്കാനുണ്ടായിരുന്നത്. നമ്മളിത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. നമുക്ക് ഇതുകൊണ്ട് അതുപോലെ തന്നെ ഉപയോഗിച്ച് പല മാരക രോഗങ്ങളും വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചായക്കോ അതുപോലെ തന്നെ കറികൾക്കോ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഏലക്ക ഇടുകയാണെങ്കിൽ അതിൻ്റെ തൊണ്ട് എന്നാലും നമുക്ക് ഒരുപാട് രോഗങ്ങളുണ്ടാകാതെ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നവർ, എനിക്കറിയാം ഇത് കാണുന്നവരിൽ മിക്കവരും അതുപോലെ തന്നെ ഏലക്ക ചതച്ചിടുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്നോർത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.